നിർമ്മലാജി, എന്തായി കാര്യങ്ങള്? നാളെ പട്ടുതുണിയിൽ പൊതിഞ്ഞ പെട്ടിയും കെട്ടി പോകണ്ടേ പാർലമെന്റിൽ? എല്ലാം സെറ്റാണ് സീനിയർ ജി. ബജറ്റിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ലാഭത്തിൽ കിടക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം ജിയുടെ ഫ്രണ്ടിന് തൂക്കി വെക്കുന്നതാണല്ലോ നമ്മുടെ ബജറ്റിന്റെ ആത്യന്തിക ലക്ഷ്യം. ആഹാ, അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ ബാക്കി എന്തൊക്കെയുണ്ട് വിറ്റ് പെറുക്കാൻ? കണക്കെടുത്തോണ്ടിരിക്കുവാന്നേ. കഴിഞ്ഞ 10 കൊല്ലമായി നമ്മൾ തന്നെ രാജ്യം ഭരിക്കുന്നോണ്ട് രാജ്യഖജനാവിൽ അങ്ങനെ പൊതുസ്ഥാപനങ്ങളൊന്നും അധികമില്ല. ഉള്ളതിന്റെയൊക്കെ അടിയാധാരം അദാനിജിയുടെയോ അംബാനിജിയുടെയോ വീട്ടിലാണ്. ജയ് ശ്രീറാം, ജയ് ശ്രീറാം. ഇനി ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ എല്ലാം അയോധ്യയിലുണ്ടെന്ന് അങ്ങോട്ട് പറഞ്ഞാൽ മതി. എതിരിടാൻ വരുന്ന സകല ഗരീബികളും ജി ഘട്ടാവ് ചെയ്തു. അപ്പൊ എല്ലാവരെയും പിടിച്ച് അകത്തിടണം എന്നാണ് പറയുന്നത്. നമ്മുടെ ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി ആണെങ്കിൽ ഇടി പിടികൂടിയെന്നോ ഓടിക്കുന്നെന്നോ അങ്ങനെ എന്തൊക്കെയൊക്കെയോ കേൾക്കുന്നുണ്ട്. ഈഡിയെ ഷാജി റിമോട്ടിൽ ഓടിച്ചോളും. പക്ഷെ ഇത്തവണത്തെ ബജറ്റില് വലുതായിട്ടൊന്നും തൂക്കി വെക്കേണ്ടെന്നാ ജി പറഞ്ഞേക്കുന്നത്. അതാണ് എന്റെ ഒരു വിഷമം. അപ്പൊ എല്ലാം കൂടി വാരിക്കോരി കൊടുക്കണം. ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് ഇങ്ങോട്ട് എടുക്കണം. പിന്നെ നമ്മൾ തിരിച്ചു വന്ന സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ നമുക്ക് എല്ലാം കൂടി ജിയുടെ ഫ്രണ്ടിനെ തന്നെ അങ്ങ് തൂക്കി വെക്കാലോ. തൽക്കാലം മോള് കണ്ണ് പൊടിയുടെ ആളെ എന്തേലൊക്കെ ചെയ്യും. എന്നാലും ആ കേരളത്തിന്റെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്, എന്ത് കൊടുക്കണമെന്ന്. കേരളത്തിലെ കോപ്പന്മാർക്ക് ഒന്നും കൊടുക്കണ്ട. നമ്മുടെ ജി തന്നെ എത്ര തവണ അവിടെ പോയി റോഡ് ഷോ നടത്തിയിരിക്കുന്നു, മുണ്ടും മുറുക്കിയെടുത്ത് കല്യാണത്തിന് പോയേക്കണ്, അനുഗ്രഹം കൊടുത്തേക്കണ്. എന്നിട്ട് എന്തേലും ഉണ്ടായോ? അവന്മാർക്ക് ഒരു പിടുത്തവും ഇല്ല. നമുക്ക് അവന്മാർക്ക് ഒന്നും കൊടുക്കണ്ട, അതേ ഉള്ളൂ.